ഞാനിവിടെ എറണാകുളത്ത് ചായക്കടയിലെ കഫേയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ഇവനാണ് ഈ ഇടപാടായിട്ട് വന്നിട്ട് പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് പോവുകയാണെന്ന് ആ പരിപാടി എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഇല്ലാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവനൊരു പ്രത്യേക കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വണ്ടി കയറാം. ഞാൻ ഭാര്യയിൽ നിന്നൊക്കെ ഒരു മോചനം ആഗ്രഹിച്ച് പോയതാണ്. പക്ഷെ ഭാര്യ വേറെ റൂട്ടിൽ അവിടെ എത്തി. അങ്ങനെയൊക്കെയാണ് എൻ്റെ കഥ. ഇതിൽ ആക്ച്വലി എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച കുട്ടി ഇപ്പോൾ എവിടെയാണ്? കല്യാണം കഴിച്ചു. ആ കുട്ടി അഭിനയമൊക്കെ നിർത്തി പോയി. എന്താ അഭിനയം നിർത്താൻ എന്താ ചെയ്ത ഷർഫിക്ക? സത്യത്തിൽ നിങ്ങൾ സത്യം പറ, എന്ത് ചെയ്യാൻ? എന്താ സംഭവിച്ചാണ്? കുട്ടിയുടെ മനസ്സെന്താ പറയുന്നത്? താങ്കളുടെ കൂടെ അഭിനയിച്ച കുട്ടി അഭിനയം നിർത്തി നാട് വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. അല്ല, റിലീസ് ഞങ്ങളൊക്കെ അഭിനയിച്ചായിരുന്നല്ലോ. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിരുന്നു. അയ്യോ അലമ്പാണല്ലോ. ഞാനങ്ങനെ ഒരു പോയിന്റിൽ നമുക്ക് പണി കിട്ടിയത് മറ്റേ 14 മണിക്കൂർ ഡൽഹി മധ്യപ്രദേശ്, അത് ചമ്പൽ കാടുകൾക്കിടയിൽ കൂടെയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇവൻ ഉറങ്ങുമല്ലോ, ഫുൾ ടൈം അലേർട്ടായിരുന്നു. ചമ്പൽ റാണിയോ അല്ലെങ്കിൽ ആരെങ്കിലും വരും, ചമ്പൽ കൊള്ളക്കാരൊക്കെ പേടിച്ചവൻ ഇരിക്കുമായിരുന്നു. ഇന്ന് ധ്രുവനാണ് ഷർഫിക്കടെ. ഒന്നുമില്ലടാ, ഞാൻ വിട്ടില്ല, സത്യമായിട്ട് വിട്ടു. ഒരു വേറൊരു നാട്ടുകാരി ഒരു കുട്ടിക്ക് വർഷല്ല, ഓ ഞാൻ വേറെ സെറ്റപ്പിന് പോയതാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു തോന്നല്ലേ? എല്ലാവരും വണ്ടി കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു. എല്ലാവരും ഈ വണ്ടി ഓടിക്കാൻ നേരത്തെ അറിയോ? അത് ഇതിനു വേണ്ടി പഠിച്ചു? വണ്ടി ഓടിച്ച് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ട് ട്രിപ്പ്? അങ്ങനെ ട്രിപ്പല്ല, പോയിട്ടുണ്ട്. നല്ല മൂടില്ല, കഴിച്ച ഭക്ഷണം. ഈ ദാദാ സാഹിബിന്റെ സമയം തൊട്ട് ദാദാ സാഹിബോ സിനിമയിലുണ്ട്. ദാദാ സാഹിബ് കൊറേ കൊല്ലല്ലേ ശരിക്കും സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്? സത്യം സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് പോകുന്ന അവിടുന്ന് ഇതെങ്ങനെ സത്യം സാർ ഖജുരാഹോ ഡ്രീംസ് ഫൈനലി December 5 തിയേറ്ററിലേക്ക് എത്താണ്. ഹൗ ഡു യു ഗൈസ് ഫീൽ? കണ്ട ആദ്യം തന്നെ ഭയങ്കര ഊണ് കഴിച്ചിട്ട് എന്താ എന്നെ ചിരിപ്പിക്കില്ലേ? ഫുള്ളായിരിക്കാന്നാണ് ഉദ്ദേശിച്ചത്. ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നല്ലേ ഇവിടെ വന്നിട്ട്? ഞാൻ ഇന്റർവ്യൂ ഇന്നലെ വെളുപ്പിന് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങിയിട്ട് നേരെ എഴുന്നേറ്റ് പോകുന്ന കഴിച്ചിട്ടുണ്ടല്ലോ. കഴിച്ചിട്ട് ഞാൻ ആദ്യം ചോദിച്ച ഉത്തരം പറ. ഹൗ ഡു യു ഗൈസ് ഫീൽ? പറ അവിടെ നിന്ന് തുടങ്ങാം. ധ്രുവൻ പറ. ഒറ്റ വാക്കിൽ ഉത്തരം ഇല്ല കേട്ടോ നമുക്ക് ഇവിടെ. ഡിസ്ക്രൈബ്. ആക്ച്വലി ഖജുരാഹോ ഡ്രീംസ് ഞാനങ്ങ് പറയാം. കുറെ ഒരൊറ്റ ഇന്റർവ്യൂവിൽ തന്നെ എല്ലാം പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത്. ഖജുരാഹോ ഡ്രീംസ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും കൂടിയൊക്കെ പല സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു ദിവസം എനിക്കൊന്ന് ഞാൻ വേറെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബാസിയും എനിക്കൊന്ന് ഹാപ്പി സർദാർ ആണെന്ന് തോന്നുന്നു. ഹാപ്പി സർദാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം ആ സമയത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ബാസിയും ഞാൻ ഒരുമിച്ചാണ് എറണാകുളത്തേക്ക് വന്നത്. അപ്പം അങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഈ പടത്തിന്റെ കേസ് വന്നത്. അപ്പം ഈ പടം ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അളിയനും കൂടിയൊക്കെ വരാണെങ്കിൽ അപ്പൊ അച്ചുള്ളായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടല്ലേ, എന്നാ പിന്നെ ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിയ വണ്ടിയാണിത്. അതിന് വേറെ അവിടെ ഉണ്ട്, ഞങ്ങളുടെ ഷർഫൊക്കെ ഉണ്ട്, ബാസിയുണ്ട്. അതെ, ഞങ്ങളും വരാതുള്ളത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പേര് പറഞ്ഞാണ് ഇതിന്റെ ഉള്ളിൽ കയറിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടല്ലോ. എന്നാ പിന്നെ ഒരു ചില്ല് ഖജുരാഹോ ഡ്രീംസ് ബൈക്ക് റൈഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മള് കളമശ്ശേരി, എടപ്പള്ളി, എടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്നത്. നമ്മള് എടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ തുടങ്ങിയത് പൊള്ളാച്ചി, മൈസൂര്, ലക്നൗ, ഡൽഹി, ഖജുരാഹോ. ഇത് ശരിക്കുള്ള സാധനമാണോ? എടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ. പിന്നെ അല്ലാണ്ട് കേരളത്തിന്റെ എങ്ങനെ പോകും? മെഴുകുതിരി എത്തിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മള് ഇത്രയും 5 വർഷം എടുത്തു ഇറങ്ങി ഇവിടെ എത്തായിരുന്നു. തിരിച്ച് വീണ്ടും കൊച്ചിയിലേക്ക് എത്താൻ ഒരു ബൈക്ക് റൈഡ് ആകുമ്പോൾ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യണം. റൈഡ് ആണല്ലോ ലൈഫ്.
ഇതിപ്പോ സിനിമയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴാണല്ലോ മീറ്റ് ചെയ്യുന്നത് എല്ലാരും കൂടെ ഒരുമിച്ച്. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പല പല സിനിമകൾക്കായിട്ട് കാണണ്ടാവും, പക്ഷെ എന്നാലും ഇപ്പോഴാണല്ലോ മീറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും കാണുമ്പോഴേ ഈ 5 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളിൽ ഓർമ്മയുള്ള ഒരു കാര്യം എന്താ നിങ്ങൾ ഭയങ്കരമായിട്ട് ചിരിച്ചൊരു ഇവന്റ്? ഞങ്ങള് മൊത്തം ചിരിയായിരുന്നു. ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ? ഞങ്ങള് എന്താ പറയാ, ഞങ്ങള് ലക്നൌവില് ഷൂട്ട് ചെയ്യുമ്പോ ശരിക്കും ഫസ്റ്റ് ഡേ തന്നെ ബന്ധാണ്. അന്ന് മറ്റേ വിധി വരുന്ന ദിവസം, വിധി വരുന്ന ദിവസം അയോധ്യ. ആ ദിവസം നമ്മള് ലക്നൌവിലാണ്. അത് ഞങ്ങള് പുറത്തൊന്നും ഇറക്കിയില്ല. അന്നത്തെ ദിവസം നമ്മള് റിസോർട്ടിലായിരുന്നു. ഇനി വേറെ അവിടെ ചില്ലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ നമ്മള് അവിടെ മലിഹാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മള് താമസിക്കുന്നത്. അപ്പം ലോകത്തെ ഏറ്റവും ടേസ്റ്റ് ഉള്ള മാമ്പഴം ദസരി എന്ന് പറഞ്ഞിട്ടൊരു മാമ്പഴമാണ്. അത് അവിടെ ഉണ്ടാവുന്നതാണ്. മലിഹാബാദിലാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല മാമ്പഴം ഉണ്ടാവുന്നത്, മലിഹാബാദിൽ. അത് ഞാൻ മേടിച്ചു കഴിച്ചായിരുന്നു. ഞാനതൊക്കെ ട്രിപ്പ് ചെയ്തു. അതൊക്കെ അവിടെ നടന്നായിരുന്നു ഇടയ്ക്ക്. അല്ല, ഫുഡ് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് വേണം ഒരു വില്ലേജിലെത്താൻ. അത് ശരിക്കും ഒരു എല്ലാം മാവും തോട്ടങ്ങളല്ലായിരുന്നു. നമ്മൾ പോകുമ്പോൾ ഫുള്ള് അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. അല്ല, നമ്മൾ ഖജുരാഹോ എന്ന് പറഞ്ഞാൽ ടെമ്പിളിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാണ് ഖജുരാഹോ ഡ്രീംസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ വേറെ പരിസരങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ലക്നൌവിലൊക്കെ ആയിട്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് എന്റെ ഓരോ ഓർമ്മ. 6 വർഷമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു മോളുണ്ടായി. അവളിപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഇളയത്. ഓ മാൻ, ഒരുപാട് കാലായില്ലേ ശരിക്കും. അപ്പൊ അന്ന് ഈ സിനിമ ധ്രുവന്റെ കാര്യം ഓർമ്മ വന്നു. ധ്രുവൻ കല്യാണം കഴിച്ചിട്ടുണ്ടായില്ല. ശരിക്കും നിങ്ങളുടെ ലുക്കിലും ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ പോസ്റ്ററിലൊക്കെ കാണുന്നില്ല, ഈ ട്രെയിലറിൽ നിങ്ങളെ അല്ലേ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല വ്യത്യാസം. ഓക്കെ, ഈ സിനിമ ഉണ്ടല്ലോ, നമ്മൾ അന്ന് കാണുമ്പോഴും ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുമ്പോഴും ട്രെയിലർ കാണുമ്പോഴും ഒക്കെ ഇതിനൊരു യാത്രാ മൂവി, ഒരു ട്രാവൽ മൂവി ഫീൽ ഉണ്ട്. ആക്ച്വലി ട്രാവൽ മൂവിയാണോ അതോ ട്രാവൽ ഇസ് ജസ്റ്റ് എ പാർട്ട്, അങ്ങനെയാണോ? ട്രാവൽ മൂവി ആയിട്ട് അതിപ്പോ കണ്ടിട്ട് വേണം അത് ഇത് ചെയ്യാൻ തീരുമാനിക്കാൻ. നമുക്ക് പക്ഷെ ഒരു ലക്ഷ്യം, ഒരു വേറൊരു ലക്ഷ്യമുണ്ട് ഈ പടത്തിന്റെ അകത്ത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമായി പോയി. അത് ഈ ട്രെയിലറിൽ ആദ്യം ധ്രുവം പറയുന്ന ലക്ഷ്യമാണ്. എനിക്കറിയില്ല കേട്ടോ. ഇവനാണ് ഈ പരിപാടി മൊത്തം ഉണ്ടാക്കുന്നത്. ഇവനാണ് ഈ പരിപാടിയായിട്ട് വരുന്നത്. ഞാനിവിടെ എറണാകുളത്ത് ചായക്കടയിലെ കഫേയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോ അങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ ഇവനാണ് ഈ ഇടപാടായിട്ട് വന്നിട്ട് പറഞ്ഞത് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് പോവുകയാണെന്നും ആ പരിപാടി എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഇല്ലാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവനൊരു പ്രത്യേക കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ഞാനും വരാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വണ്ടി കയറാണ്. ഞാൻ ഭാര്യയിൽ നിന്നൊക്കെ ഒരു മോചനം ആഗ്രഹിച്ച് പോയതാണ്. പക്ഷെ ഭാര്യ വേറെ റൂട്ടിൽ അവിടെ എത്തി. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കഥ. ഇതിപ്പോ എന്തായിരുന്ന കാര്യമൊന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, സംഭവം സെറ്റ്. അല്ല, അങ്ങനെയല്ല. ഈ പടത്തിന് നമ്മളിപ്പോ നമ്മൾ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് നമ്മൾ നടത്തുവാണെങ്കിൽ ഇതിന്റെ ഒരു ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെയായിരിക്കും നല്ലത്. ഇതിൽ ആക്ച്വലി എന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച കുട്ടി ഇപ്പൊ എവിടെയാണ്? കല്യാണം കഴിച്ചു. ആ കുട്ടി അഭിനയമൊക്കെ നിർത്തി പോയി. നല്ല ഐശ്വര്യം. ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ സത്യത്തിൽ നിങ്ങൾ സത്യം പറ, എന്ത് ചെയ്യാൻ? എന്താ സംഭവിച്ചത്? കുട്ടിയുടെ മനസ്സെന്താ പറയണത്? അല്ല അതല്ല, പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ താങ്കളുടെ കൂടെ അഭിനയിച്ച കുട്ടി അഭിനയം നിർത്തി നാട് വിട്ടു എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. അല്ല, റിലീസ് ഞങ്ങളൊക്കെ അഭിനയിച്ചായിരുന്നല്ലോ. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിരുന്നു. അയ്യോ അലമ്പാണല്ലോ. ഞാനങ്ങനെ താങ്കളാണ് തുടങ്ങി വെച്ചെന്നാണ് പറയുന്നത്. താങ്കൾക്ക് ഖജുരാഹോ ഡ്രീംസിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയാ, കഥ പറയാൻ പറ്റില്ലല്ലോ. ഇത് ക്ലാസ്സിൽ ടീച്ചർ ചോദ്യം ചോദിക്കുമെന്നല്ല അപ്പുറത്തിരിക്കുന്നവരോട് ചോദിക്കാനായിട്ട്. കഥ പറയാൻ പറ്റില്ലല്ലോ. കഥ പറയണ്ട, എന്നാലും വിളിച്ച് സംസാരിക്കുമ്പോഴേ അതിന്റെ ഒരു ഫസ്റ്റ് തോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് മെമ്മറി എന്തായിരുന്നു എന്നുള്ളൂ. ഇത് എന്താ പറയാ, ഒരു ഖജുരാഹോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അവിടുത്തെ ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോണത്. എന്താ എന്നിട്ട് അതല്ലായിരുന്നോ? അതല്ലായിരുന്നല്ലോ.
പറയാൻ നിന്നാൽ കുറെ പറയേണ്ടി വരും. അങ്ങനെയൊന്നും മാത്രം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി പല ഷെഡ്യൂളായിട്ട് ചെയ്യേണ്ടി വന്നത്, നമുക്ക് പല സമയത്ത് ചെയ്യേണ്ടി വന്നു. പല സ്ഥലങ്ങളിൽ ചെയ്യേണ്ടി വന്നു. കോവിഡിന് ശേഷം ചെയ്തു, കോവിഡിന് മുമ്പ് ചെയ്തു അല്ലെ? കോവിഡിന് ശേഷമല്ല നമ്മൾ പൊള്ളാച്ചി പോകുന്നത് അല്ലെ? കോവിഡിന് ശേഷമാണ് പൊള്ളാച്ചി പോകുന്നത്. അപ്പൊ അങ്ങനെ ഇത് എടുക്കാനും കുറെ സമയം എടുത്തിട്ടുണ്ട്. ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ സമയം എടുത്തിട്ടുണ്ട്. കാരണം ഇത്ര ലൊക്കേഷനുകൾ ഉണ്ട്, ഓരോ സമയത്തായിട്ടാണ്. 2019 തുടങ്ങിയതാണ്, തീർന്നത് 2023. ഈ ബോർഡറിലൊക്കെ പോയി ചെയ്തിട്ടുണ്ടോ നിങ്ങള്? 23 ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. 22 ആയിരിക്കും, കാരണം 2 വർഷമായില്ലേ ട്രെയിലർ. അതെ അതെ. അല്ല 23 റൊമാൻസ് നിങ്ങളൊരു തീരുമാനത്തിലെത്ത്. ഇതിൽ ഏറ്റവും വലിയ പാട് ഞങ്ങളെ കൊണ്ടുപോകാനല്ലായിരുന്നു. ഇതിൽ ഞങ്ങളെ കൊണ്ടുപോകുമ്പോ ഇതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങളെ ഒരു ഫ്ലൈറ്റ് കയറ്റി എങ്ങനെയൊക്കെ ഒരു ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളുടെ ബൈക്കും കൂടി കൊണ്ടുപോകണ്ടേ. ഇത് ഭയങ്കര പാടായിരുന്നു, കാരണം ഇത് ഓടിച്ചു വരാൻ പറ്റില്ല. ഇത് ഒരു പോയിന്റിൽ നമുക്ക് പണി കിട്ടിയത് മറ്റേ 14 മണിക്കൂർ ബസ് ഡൽഹി മധ്യപ്രദേശ്, അതും ചമ്പൽ കാടുകൾക്കിടയിൽ കൂടെയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇവൻ ഉറങ്ങുമായിരുന്നു, ഇവൻ ഫുൾ ടൈം അലേർട്ടായിരുന്നു. ചമ്പൽ റാണിയോ അല്ലെങ്കിൽ ആരെങ്കിലും വരും, ചമ്പൽ കൊള്ളക്കാരൊക്കെ പേടിച്ചവനിരിക്കുമായിരുന്നു. ഇന്ന് ധ്രുവനാണ് ഷർഫിക്കടെ. അങ്ങനെ എന്റെ പൊന്നിന് ഓരോ പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്നുമില്ലടാ, ഞാൻ വിട്ടില്ല, സത്യമായിട്ട് വിട്ടു. ഒന്നുമില്ല, അങ്ങനെ ചമ്പൽക്കാട് രാവിലെ എത്തി ഷൂട്ട് ചെയ്ത്. ലോല ഞങ്ങൾക്ക് വിശന്നിട്ട് ഞങ്ങള് മറ്റേ വെറുതെ ഇങ്ങനെ ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അല്ല സെറ്റിൽ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു ചിരിച്ചോണ്ടിരിക്കുന്നത്. നല്ല രസമായിരുന്നു, എന്റർടൈൻമെന്റ്. വേറൊരു നാട്ടുകാരി ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നു. വർഷല്ല, വർഷ എന്ന് പറഞ്ഞ ആരാ നായികയായിരുന്നു? അത് ധ്രുവന്റെ പേരായിരുന്നു. അതാ പാട്ടിലുള്ള നിങ്ങളുടെ കോമ്പിനേഷൻ അതെന്റെ പേരായിരുന്നു. അപ്പൊ എനിക്ക് ഓ, ഞാൻ വേറെ സെറ്റപ്പിന് പോയതാണ്. എന്നിട്ട് അവളുടെ അടുത്തേക്കൊക്കെ പോണത് പൊക്കുന്ന. അല്ല, എന്റെ വേറെ മൂടാണ്. അതല്ല ഞാൻ പറഞ്ഞത്, വിദേശി ഒരെണ്ണം ഉണ്ടായിരുന്നില്ലേ? ഒരുപാട്. അതായത് ഇവിടെ ട്രിപ്പ് പോകുമ്പോ ഞാനും അർജുനാണ് നമ്മള്, ഞാൻ പറയട്ടെ, ഒരു ട്രാവലിംഗിനും പല ആൾക്കാരെ കാണും. എല്ലാവരും വണ്ടി കയറ്റി കൊണ്ട് പോകുമായിരുന്നു. സൈഡിലിരുന്ന് വർത്താനം പറയില്ലല്ലോ. ഓല, ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഞാൻ പറയാൻ വന്നത്, ഈ സിനിമയിൽ ഇപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോ ഞാൻ ഇത്ര ബോയ്സും ഞാനൊരു പെൺകുട്ടിയായിട്ട് പോകുന്നത്. തിരിച്ചു വരുമ്പോ അവിടെ ചെല്ലുമ്പോ ഒരുപാട് വേറെ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഇതുപോലെ ഇവർക്കൊക്കെ അവിടെ നിന്നാണ് ഓരോരോ കാമുകിമാരൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലവ് ട്രാക്ക് ഉണ്ട് ഈ പടത്തില്. എന്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ ബോയ്സ്, ഒരു ടിപ്പിക്കൽ എന്താ പറയാ, ഭയങ്കര ബോൾഡ് ആയിട്ട് ഭയങ്കര അവരെന്നെ ബോയായിട്ടാ കാണുന്നത്. അവരെന്നെ ബോയായിട്ടാ കാണുന്നത്. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഞാൻ. ഈ വണ്ടി ഓടിക്കാൻ നേരത്തെ അറിയോ? അത് ഇതിനു വേണ്ടി ഞാൻ ഇതിനു വേണ്ടി പഠിച്ചതാ. എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ? നല്ലോണം ഓടിക്കും. എനിക്ക് ഇഷ്ടമാണ് ബൈക്ക് ഓടിക്കും. അത് കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും വണ്ടി ഓടിച്ച് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ട്രിപ്പ്? അങ്ങനെ ട്രിപ്പല്ല, അതൊക്കെ അത്രയ്ക്ക് നല്ല മൂടില്ല. ഓടിക്കുക അല്ലല്ല, ചെറുതായിട്ടൊക്കെ എവിടെ ഞാനല്ല പറഞ്ഞത്. ശരി, ഓക്കെ. അടുത്ത എന്താണ് പിന്നെ? ഇത് ഈ ദാദാ സാഹിബിന്റെ സമയം തൊട്ട് ദാദാ സാഹിബോ സിനിമയിലുണ്ട്. അതിലല്ല, സ്കൂൾ കുട്ടികളല്ലേ ആക്സിഡന്റ് ഒക്കെ നടക്കുന്ന സമയം അവിടെ 6ാം ക്ലാസ്സിലോ ഒറ്റ പഠിക്കാണ്. 6ാം ക്ലാസ്. 6 7 കൊറേ കൊല്ലയില്ലേ ശരിക്കും സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്? സത്യൻ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് പോകുന്ന അവിടുന്ന് ഇതെങ്ങനെ പറ, കണ്ടിന്യൂ. ഇത് പറഞ്ഞില്ലെങ്കിൽ കേറി പറയും. ഈ പടം തന്നെ 6 വർഷം.
ഇല്ല ഇത് ആക്ച്വലി ഉണ്ടല്ലോ, അത് ഒരു ഇന്റർവ്യൂല് ഞാനിത് കേട്ടപ്പോഴേ ദാദാ സാഹിബിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അയ്യോ അപ്പൊ അത്ര കാലമായിട്ട് ആൾ അഭിനയിക്കണ്ടോന്ന് വിചാരിച്ചു. അതാ ഞാൻ ചോദിച്ചത്. അത്ര കാലമായിട്ടല്ല, അതാണ് ആദ്യത്തെ പടം. ഐ മീൻ എനിക്കറിഞ്ഞൂടാ ഞാൻ ആ സിനിമയുടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. ഞാൻ സാക്ഷാൽ സിനിമ അഞ്ചാത്തുണ്ണിയുടെ ആ ഷൂട്ടിങ്ങിന്റെ അതിന്റെ അകത്ത് ഫ്രെയിമിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ. അതെവിടെയായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ? ആലുവയില് സെന്റ് സേവിയസ് സ്കൂൾ. ഞാൻ പഠിച്ച അവിടെയായിരുന്നു. അപ്പൊ അവിടെ പിള്ളേരൊക്കെ വിളിച്ചിട്ട് അതിലേക്ക് ഇനി അത് വരുമ്പോ കണ്ടു നോക്കാം, എവിടെയെങ്കിലും ഒക്കെ കാണുമായിരിക്കും. പക്ഷെ കണ്ടാലൊന്നും മനസ്സിലാവില്ലായിരുന്നു. മനസ്സിലാവും. ഞാൻ കുറെ കുട്ടികളുണ്ടല്ലോ. അതെ അതെ അതെ, അങ്ങനത്തെ ഒരു പരിപാടി തന്നെയായിരുന്നു കുറെ കുട്ടികളുടെ ഇടയിൽ. മറ്റേ ബാസ്കറ്റ് ബോൾ കോർട്ടില് പുള്ളി ഹെൽപ്പ് ചെയ്തിട്ട് മറ്റേ ഗെയിം നടക്കുമ്പോ ഇനി നോക്കി നോക്കാം, കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഫോട്ടോ നോക്ക്. പറ്റുമോന്നൊന്നും അറിയില്ല. സാധിക്കില്ല. കണ്ണൂർ സ്ക്വാഡിലെ ഇപ്പൊ നമ്മള് ക്വീൻ കണ്ട സമയത്ത് ഞാൻ ഡിജോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നായകൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലോ അന്വേഷിച്ചെന്ന് പറഞ്ഞിട്ടോ ഡിജോയുടെ ഇന്റർവ്യൂവിന്റെ സമയത്ത്. അതായത് ക്വീന്റെ സമയത്ത് ഡിജോനെ കാണുമ്പോ അതായത് ധ്രുവനെ കാണുമ്പോ ധ്രുവനിൽ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം ഇസ് യുവർ സ്മൈൽ. ഭയങ്കര പ്ലസന്റ് സ്മൈലാണ്. അതായത് കണ്ടാ ഭയങ്കര പ്ലസന്റ് സ്മൈലാ. പക്ഷെ അതില്ലാണ്ട് നമ്മൾ കാണുന്നത് കണ്ണൂർ സ്ക്വാഡില. ഹൗ ഡിഡ് കണ്ണൂർ സ്ക്വാഡ് ഹാപ്പൻ ടു യു? അത് മമ്മൂക്കയാണ് റെഫർ ചെയ്യുന്നത് അതിലേക്ക്, അങ്ങനെ സംഭവിച്ചതാ. എന്നാലും വില്ലനായിട്ടൊക്കെ എങ്ങനെ ആലോചിച്ചു? പക്ഷെ ദാറ്റ് ഇസ് റിയലി നൈസ് ആട്ടോ. നിങ്ങൾക്ക് സ്ക്രീനില് വില്ലൻ ഇത്ര മോശമായിട്ടുള്ള ആളാണോ? അങ്ങനെയല്ല, നമ്മൾ വില്ലനിൽ പ്രതീക്ഷിക്കുന്ന ഒരു റൂഡ് സാധനമില്ലേ, ഇഫ് ഹി സ്മൈൽസ് അത് പോയി അങ്ങനെ ഒരു ഫീൽ ആണ്. അടിപൊളിയായിട്ട് ചെയ്തു. എനിക്ക് കണ്ണൂർ സ്ക്വാഡിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ട്രൂ. ഇവരുടെ ഇൻട്രോ ഒക്കെ ഭയങ്കര രസമായിരുന്നു. അത് ഇപ്പോഴും നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അതായത് ഒരു വില്ലൻ അത്രയും ഒരു ഇൻട്രോ കിട്ടിയിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ ബ്രദറിന്റെ ഇത് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, ദാറ്റ് ഇസ് റിയലി നൈസ്. ഇപ്പൊ ഇതിലെ ഈ ഖജുരാഹോ ഡ്രീംസ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ട്രിപ്പിനെ കുറിച്ച് ട്രാവലിനെ കുറിച്ചൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. ഇപ്പം ഇതിന്റെ അകത്ത് തന്നെ പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിന്റെ ട്രെയിലറൊക്കെ തുടങ്ങുന്നത് നമ്മുടെ നാടിന്റെ ഹൃദയം കിടക്കുന്നത്, സോള് കിടക്കുന്നത് വില്ലേജസിലാണ് എന്നുള്ള ഗാന്ധിജിയുടെ കോട്ടിലാണ് ഇതിന്റെ ട്രെയിലറൊക്കെ തുടങ്ങുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സിറ്റി ലൈഫിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ ഒരു റിലീഫിന് വേണ്ടിയിട്ടാണല്ലോ മിക്കവാറും എല്ലാവരും ട്രാവൽ ചെയ്യുന്നതൊക്കെ. ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകൾ ആവുമല്ലോ. കൂട്ടത്തിൽ കണ്ടിട്ടുള്ളതിൽ ഇപ്പോഴും അതായത് ഇറ്റ് വാസ് വർത്ത് ഇറ്റ് എന്ന് തോന്നിയ ഒരു യാത്ര അത് ഏതായിരുന്നു? ഞാൻ അധികം ട്രാവലുകൾ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഉത്തരവില്ല. എനിക്ക് ആക്ച്വലി മൂന്നാർ ലാസ്റ്റ് ടൈം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബൈക്ക് എടുത്താ പോയത്. അതുമല്ല ഭയങ്കര കുറെ കലക്കാൻ പോവാത്ത സ്പോട്ടുകളൊക്കെ പോയാൽ ഭയങ്കര നമ്മൾ തൊട്ടടുത്തുണ്ടായിട്ട് അറിഞ്ഞില്ല എന്നുള്ളൊരു മൂഡ് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് ബാലി ഫസ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഈ പോവാത്ത സ്ഥലങ്ങൾ എന്ന് പറഞ്ഞത് ഏതാ? പേരൊന്നും അറിയാൻ പാടില്ല. ബൈക്ക് എടുത്ത് അങ്ങ് ട്രാവൽ ചെയ്ത് പോവാൻ വിത്ത് ഫ്രണ്ട്സ്. ഒരു ഫ്രണ്ട് മാത്രം. എനിക്ക് മൂന്നാറാണ് അങ്ങനെ തോന്നുകയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ പോയിട്ട് എവിടെയെങ്കിലും കണ്ടുപിടിച്ച പോലെയല്ല. ഞാൻ ശരിക്കും ഇപ്പോഴല്ല, ഒരു കുറേ കാലം മുമ്പ്, ഒരു 10-15 വർഷം മുമ്പ് കുളുക്കുമല പോകുന്നത്. അപ്പൊ കുളുക്കുമല ഒരു ഡെഡ് അങ്ങനെ എക്സ്പ്ലോർഡ് ഒന്നുമല്ല. അപ്പൊ ശരിക്കും അന്ന് അവിടുന്ന് എനിക്ക് തോന്നുന്നു 6 കിലോമീറ്റർ ആ ജീപ്പിൽ പോകണം. അപ്പൊ പോയിട്ട് ആ എഡ്ജ് പോലത്തെ ആ വരിക, അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്ന് മറ്റേ ക്ലൗഡ് താഴെ കിടക്കുന്ന ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ എനിക്ക് അതുപോലെ ആ സമയത്ത് ആദ്യമായിട്ട് അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ തോന്നിയ ആ സന്തോഷം പിന്നീട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടും റീലുകൾ കണ്ടിട്ടൊക്കെ പല സ്ഥലങ്ങളിലും പോയപ്പോ കിട്ടിയിട്ടില്ല. അതന്ന് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അതായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്നാർ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. വാട്ട് അബൌട്ട് യു? ഞാൻ മൂന്നാർ പോയ സമയത്ത് ഹിൽ ടോപ്പില് ഒരു ടെൻ്റ് അടിച്ച് താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ താമസിച്ച സമയത്ത് രാത്രിയിലാണ് പോയി എത്തിയതൊക്കെ. ടെൻ്റ് അടിച്ചു. രാവിലെ ഈ ടെൻ്റ് തുറന്ന് നോക്കിയ സമയത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മലയാണ്, മലയുടെ മുകളിലാണ് ഇതുള്ളത്. നേരെ സൺറൈസാണ് കാണുന്നത്. അവിടെ ഒരു മല, ഇവിടെയും ക്ലിഫ്, അങ്ങനെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് അത്. ആക്ച്വലി ഭയങ്കര രസമുള്ള മൗണ്ടൻസ് ആണ് മൂന്നാറില്. ഭയങ്കര ബ്യൂട്ടിഫുൾ. അത് നമ്മള് തൊട്ടടുത്ത് കിടന്നിട്ട് അറിഞ്ഞില്ലല്ലോ. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും പോകുന്ന സ്ഥലങ്ങളിലാണല്ലോ മിക്കവാറും സെയിം സ്ഥലങ്ങളാണ്. എനിക്ക് എന്താ ഗുണം പറ്റിയത്, നമ്മുടെ ഗുണം അതാണ്. നമുക്ക് ഷൂട്ട് ഉള്ളപ്പോ യൂണീക്ക് ആയിട്ടുള്ള ലൊക്കേഷനിൽ പെർമിഷൻ കിട്ടും. അപ്പൊ അവിടെയൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ വരവ് എന്ന് പറഞ്ഞ ഷൂട്ടില് അന്ന് 16 ഡിഗ്രി തണുപ്പ് മൂന്നാറ്. അപ്പൊ മറ്റേ ഒരു ലൊക്കേഷനാണ്. അപ്പൊ ഞാൻ ഒരു പോണ്ടിലേക്ക് വീണ സീനാ, കുളത്തിലേക്ക് വീണ സീനാ. അപ്പൊ നല്ല തണുപ്പും. അപ്പൊ നോക്കിയപ്പോ ഗംഭീര ലൊക്കേഷൻ. അപ്പൊ ഞാൻ ഈ ലൊക്കേഷനൊക്കെ ചില്ല. അപ്പൊ എന്റെ അടുത്ത് ഡ്യൂപ്പ് ഉണ്ടാവും, പേടിക്കണ്ട. കുറച്ച് കഴിഞ്ഞപ്പോ രാവിലെ ഇറക്കിയതാ, വൈകുന്നേരം വരെ ഈ തണുപ്പത്ത് ഇങ്ങനെ.
അപ്പൊ വല്ലാത്തൊരു എക്സ്പീരിയൻസ്. കാരണം അത് നമ്മൾ ലോക്കൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇറക്കപോലുമില്ല. ഷൂട്ടായോണ്ട് എനിക്ക് നൈസായിട്ട് ചില്ല് ചെയ്ത് കാണാൻ പറ്റി. കാണാനും ഇന്ന് അങ്ങനെ ഉണ്ടാവില്ല, അതായത് നമ്മൾ ഷൂട്ടിന് വേണ്ടി പോയ സ്ഥലമാണ്, പക്ഷെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അത് എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെ കിട്ടൂല. പിന്നെ കിട്ടില്ല. പിന്നെ പോകാൻ ടുണീഷ്യ പോയിട്ടുണ്ടായിരുന്നു, ലെവൽ ക്രോസ് എന്ന് പറഞ്ഞാൽ ഞാൻ, ആസിഫ്, അമലാപ്പോളൊക്കെ. എനിക്ക് തോന്നുന്നു ഞാനിനി ടുണീഷ്യക്ക് ഒരു ടൂർ പോകാൻ ചാൻസ് ഇല്ല. സിനിമയ്ക്ക് വേണ്ടിയായിട്ട് പോയ കാരണം കൊണ്ടാണ് ആ കൺട്രിയിൽ പോകുന്നതും. അത് പക്ഷേ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അത്. അത് ശരിക്കും നമ്മൾ ആ സിനിമയിൽ കാണുന്ന പോലെ അത്രയും ഡെസേർട്ടഡ് ആയിട്ടുള്ള അങ്ങനെ തന്നെയാണ് സ്ഥലം. എന്താണ് ഭയങ്കര ഭയങ്കര രസമുള്ള സ്ഥലമാണ് ശരിക്കും. ഞങ്ങൾ താമസിച്ച ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞത്, ആ സ്ഥലം കഴിഞ്ഞ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സഹാറയാണ്. അത് അതിന് അവരൊരു പേര് പറയും, അത് അവിടെ നിന്ന് അങ്ങോട്ട് സാൻഡ് ബീച്ച് അങ്ങനെ എന്തോ ആണ്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സഹാറയാണ്. സഹാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ 2 ഇരട്ടി വലിപ്പത്തിൽ ആ ടൗണിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് താഴേക്ക് ഫുൾ സഹാറയാണ്. അപ്പൊ അവിടെ വരെ ആ പോയിന്റ് വരെയാണ് നമ്മൾ പോയി ഷൂട്ട് ചെയ്തത്. അപ്പം അത് ഭയങ്കര കലക്കൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ആ റെയിൽവേ ട്രാക്ക് ഒക്കെ ഉള്ളതാണ്, ആസിഫ് നടന്നു വരുന്ന ആ സ്ഥലമൊക്കെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര, എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇനി ആ സ്ഥലത്ത് പോകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമല്ലോ, ഭയങ്കര ചൂടൊക്കെയല്ലേ അവിടെ. അതാണ് ഏറ്റവും വലിയ രസം. നല്ല കത്തിജ്വലിക്കുന്ന സൂര്യൻ കൊട്ടും തണുപ്പ്. അതാണ് സത്യം. സത്യം. നല്ല 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 സൂര്യപ്രകാശത്തില് ഭയങ്കര തണുപ്പാണ്. പക്ഷെ നിങ്ങള് സ്ക്രീനിൽ നിങ്ങളുടെ ലുക്കൊക്കെ കാണുമ്പോ നമുക്ക് ഇങ്ങനെ മറ്റേ വെയിൽ കൊണ്ടിട്ട് ഈ ഭയങ്കര ചൂട് കൊണ്ടിട്ട് നിക്കില്ലേ? ലൈറ്റ് ഉണ്ട് പക്ഷെ ചൂടല്ല, തണുപ്പാണ്. നമ്മൾ അത്രയും ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന കണ്ടില്ല, തണുപ്പാണ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ മഴ പെയ്ത്, ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഒരു ദിവസം മഴയൊക്കെ പെയ്ത്, വേറെ മോഡായിരുന്നു അത്. ഇൻട്രസ്റ്റിംഗ് സ്ഥലം. എന്തോരം സ്ഥലങ്ങളല്ലേ ഇതിനു വേണ്ടി തന്നെ ട്രാവൽ ചെയ്ത് കാണുന്നത് നിങ്ങളെ ആക്ടേഴ്സ്. ഞാൻ ആകെ ടുണീഷ്യ മാത്രം അങ്ങനെ പോയിട്ടുള്ളൂ. ശരിക്കും സിനിമയ്ക്ക് വേണ്ടി ട്രാവൽ ചെയ്ത് ടുണീഷ്യ, പിന്നെ ദുബായ് ഒക്കെ ഇത് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഈ പെറ്റ് ഡിറ്റക്റ്റീവ് ഇറങ്ങി കഴിഞ്ഞിട്ടേ, നമ്മൾ അതിന് മുന്നേ ആണല്ലോ സംസാരിച്ചത്, ഒരുവിധം എല്ലാ ആളുകളും കണ്ടിറങ്ങിയവരെല്ലാവരും പറഞ്ഞത്, അതായത് ഇത് തിയേറ്ററിൽ ചെന്ന് കണ്ടപ്പോ നമ്മൾ CID മൂസ തിയേറ്ററിൽ കാണുന്ന ഒരു ഫീൽ ആയിരുന്നു. അതായത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് CID മൂസ ഇറങ്ങിയപ്പോ ആസ് എ പ്രൊഡ്യൂസർ ഇത് ആളുകൾ കണ്ടു കഴിഞ്ഞിട്ടേ അത് കിട്ടിയ റിവ്യൂല് വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ് എല്ലാരും പറഞ്ഞതില് അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം, ഇത് ഡണ്ണാണ്, സെറ്റ് ആണെന്ന് തോന്നിയത്. ഇതിൽ സത്യത്തിൽ എന്താ പറയുക, ഞാൻ ബുക്ക് മൈ ഷോയിൽ ഒരു റിവ്യൂ വന്നിട്ടുണ്ട്, CID മൂസയ്ക്ക് ആടിലുണ്ടായ കുഞ്ഞു, അങ്ങനെ എന്തോ ഒരു വെട്ടത്തിലാണ്. ശരിക്കും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ പടത്തിന് ഒരിക്കലും നമ്മൾ മുൻപേ പറയരുത് CID മൂസ പോലത്തെ സിനിമയാണ് നമ്മൾ പറയരുത്. നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അതൊരു ഇതാവും, അങ്ങനത്തെ ഒരു സംസാരം പാടില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ, നമ്മൾ അഡ്വഞ്ചർ കോമഡി സിനിമ എന്നൊക്കെ പറഞ്ഞ് മാത്രമേ ഉള്ളൂ. പക്ഷെ പടം കണ്ടിറങ്ങിയിട്ട് ആ ഫീഡ്ബാക്ക് പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അത് സ്വാഭാവികമുണ്ട്, ഓർഗാനിക്കലി സംഭവിച്ചതാണ്. ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എപ്പോഴെങ്കിലും തലയിൽ അങ്ങനെ ഒരു ഡൗട്ട്, കാരണം ഇത് വന്ന് ഇതിന്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും നമ്മൾ അതിനെ കുറിച്ച് കേൾക്കുമ്പോഴും ഒക്കെ ഇത് വർക്ക് ആവോ? കാരണം സംശയം ഉണ്ടായിരുന്നു, ഭയങ്കര സംശയമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് CID മൂസ നമ്മൾ വീണ്ടും വരിക എന്നൊക്കെ പറയുമ്പോഴും ഇതിന്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിനിമയ്ക്കുള്ള ഇതിപ്പോ അർജുൻ ഇവിടെ ഇരിക്കുകയല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറയാം, നമ്മുടെ അരിശിവശോൻ ചേട്ടൻ മറ്റേ ബെഡിൽ വന്നിട്ട് ഇങ്ങനെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അതുപോലത്തെ സീൻ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഇത് ചെയ്താൽ എടുക്കില്ല എന്ന് പറയരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കും, പക്ഷെ നമുക്കൊരു സംശയം ഉണ്ടാവും ഇതൊക്കെ വർക്കാവും എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കോമഡി സീനുകളാണല്ലോ നമ്മൾ ഈ പടത്തിൽ പോയത്. അപ്പോൾ അത് സംശയമുണ്ട് ഇക്കാലഘട്ടത്തിൽ അങ്ങനത്തെ കോമഡി വർക്കാവും എന്നുള്ളത്. പക്ഷെ തിയേറ്ററിൽ എല്ലാവർക്കും വർക്കായി, ഭയങ്കര രസമായിരുന്നു തിയേറ്ററിൽ ഇരുന്ന് കാണാൻ. അതായത് ഒരുമിച്ച് എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു. അപ്പൊ അശോകൻ ചേട്ടന്റെ കാര്യം പറയുമ്പോഴേ, ആളെ നമ്മൾ അതായത് നേരത്തെ കണ്ടിട്ടുള്ള ആക്ടറായിട്ടേ അല്ല ഇപ്പൊ കാണുന്നത്. ഓരോ സിനിമയിലും ഓരോ രീതിയിലാണ്. ഇപ്പൊ അച്ഛനും മോനും കൂടി സംസാരിക്കുമ്പോ, അഭിനയത്തെ പറ്റി സംസാരിക്കുമ്പോ അച്ഛനോട് ചെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ, ഏത് സിനിമയെ പറ്റി, ഏത് ക്യാരക്ടറിനെ പറ്റിട്ടാ ഈ അടുത്ത് ഇറങ്ങിയിട്ടോ? സംസാരിക്കാറില്ല, ഒന്നും പറയില്ല. സിനിമാ കാര്യങ്ങൾ വീട്ടില് അങ്ങനെ അധികം അഭിപ്രായമൊക്കെ പറയില്ലേ? ഇപ്പൊ കേരള ഭയങ്കര ഷോർട്ട് ടോക്സ് ആയിരിക്കും അച്ഛന്. ഞാൻ ഭയങ്കര അടിപൊളിയായിരുന്നു, രസമായിരുന്നു, ഓക്കേടാ താങ്ക് യു. അല്ലാണ്ട് അത് മറ്റേ കൂടുതലായിട്ട് ഇപ്പൊ ഏത് പരിപാടിയും കഴിഞ്ഞാലും ഇപ്പൊ എന്തെങ്കിലും നല്ലൊരു ന്യൂസൊക്കെ അറിഞ്ഞ ഇപ്പൊ വിളിച്ചറിയിക്കുക, അപ്ഡേറ്റഡ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും, സിനിമയുടെ കാര്യങ്ങൾ എല്ലാ കാര്യം അപ്ഡേറ്റഡ് ആയിരിക്കും.
അല്ലാണ്ട് കൂടുതൽ ഇരുന്ന് ആ സീൻ അങ്ങനെ അത് സിനിമ റിലേറ്റഡ് ഡീപ് കോൺവെർസേഷനിലേക്ക് എനിക്കാണ് അശോക് ചേട്ടൻ സീരിയസ് ആയിട്ടുള്ള ഒരു കോമഡി ചെയ്യുമെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. സീരിയസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു അതെ conversation. എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോ ഈ അടുത്ത് ഉണ്ണിസാറിന്റെ പടത്തില് എന്റെ കൂടെയുള്ള സീനിലുണ്ട്. അപ്പം വർത്താനം പറയും, പക്ഷെ ആള് ബേസിക്കലി ഇങ്ങനെ നമ്മള് സിനിമയിൽ ഹ്യൂമർ ചെയ്യുമ്പോൾ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും തുടങ്ങുന്ന ഒരാളൊന്നുമല്ല. ഭയങ്കര കാമൻ കമ്പോസ്ഡ് ആണ്, ഭയങ്കര ഇതായിട്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ ഇപ്പൊ കൂടുതലും ഞാൻ അച്ഛന്റെ കാര്യം ആക്ടിംഗ് വൈസ് ഡിസ്കസ് ചെയ്യണ ചിലപ്പോ അഹമ്മദിക്കയുടെ അല്ലെങ്കിൽ കണ്ട ആൾക്കാരുടെ അടുത്തായിരിക്കും. അപ്പൊ അവരും പറയും അത് കലക്കൻ, ആ ഒരു നോട്ടം ഉണ്ട് മറ്റേ കേജിന്റെ അകത്ത് പുറത്തേക്ക് ലുക്ക് ഉണ്ട്, അതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഷോട്ടാണ് അതില്. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ ഡിസ്കഷൻ അച്ഛനായിട്ട് ഞാൻ അധികം ചെയ്യാറില്ല, എന്നെ കീറി മുറിക്കാറുണ്ട്. ഞാൻ അങ്ങോട്ട് മോശമല്ല. അത് അങ്ങനെ കീറി മുറിച്ചിട്ടുള്ള കൊറേ ഉണ്ട്. സ്റ്റാർട്ടിംഗ് ടൈമിലൊക്കെ ഭയങ്കര രീതിക്ക് പറയാറുണ്ട്. ഇപ്പൊ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തലവരാണ് ആസ്ഫാർ. അത് ഭയങ്കര ഒരു അപ്രോച്ചാണ് ആ സിനിമക്ക് പുള്ളി അച്ഛൻ കാണിച്ചത്. ഈ തലവര കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അതോ ടിറ്റിയിൽ ഇറങ്ങിയിട്ട് ഈ വിറ്റിലിഗോ പ്രശ്നമുള്ള ആളുകൾ തന്നെ ഒരുപാട് പേര് റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു? കുറെ പേര് മെസ്സേജ് വൈസ് അല്ല, താങ്ക് യു തന്നെ കുറെ പേര് അയക്കുന്നുണ്ട്. ഇപ്പൊ വിറ്റ്ലീഗോ മാത്രല്ല, ബോഡി ഷെയ്മിങ് കിട്ടുന്ന ആൾക്കാർ കുറെ പേര് എന്റെ ലൈഫായിട്ട് കുറെ കണക്ട് ആയി. സിനിമ ഇഷ്ടപ്പെടുന്ന കുറെ പേര്, ഓഡിയൻസ് തന്നെ. എനിക്ക് ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങണേക്കാളും കൂടുതൽ ആർട്ട് വർക്ക്സ് ആണ് എനിക്ക് OTT-ൽ ഇറങ്ങിയിട്ട് ഇത് കിട്ടിയേക്കണേ. തലവരക്ക് ഇപ്പോഴും ടാഗും കൊളാബും വന്നുകൊണ്ടിരിക്കണേ. ഇപ്പോഴും റിവ്യൂസ് OTT-ൽ ആൾക്കാർ കണ്ടത്, തിയേറ്ററിൽ അധികം കുറവായിരുന്നു, ആൾക്കാർ അധികം വന്നില്ല ആ സമയത്ത്. അപ്പോ എനിക്ക് ആകെ ഒരു ആഗ്രഹം എല്ലാരും പടം കാണണം, എങ്ങനെയായാലും ഏത് പ്ലാറ്റ്ഫോം ഏതാണെങ്കിലും കണ്ടാൽ മതി. ഇപ്പൊ ഹാപ്പി ആയി. ഓക്കെ, ഇതിപ്പോ എന്തായാലും തിയേറ്ററിൽ December 5-ന് ഇറങ്ങുമല്ലോ. നമ്മൾ ഈ പറഞ്ഞത് കൂടാണ്ട് ഡു യു ഗൈസ് വാണ്ട് ടു ആഡ് ഓൺ സംതിങ്? ഇല്ല, ഞങ്ങൾ ഇത്രയും പേര് ഈ സിനിമ എല്ലാവരും ഒരുമിച്ച് വന്ന് ചെയ്ത പടമാണ്. ഇപ്പോൾ ഇച്ചിരി കാലം മുമ്പ് ഷൂട്ട് ചെയ്ത പടമാണ് എന്നുള്ളത് ഇത് ചെയ്താലും ഒരു ഭയങ്കര ഹാപ്പി പോസിറ്റീവ്. ഞങ്ങളൊക്കെ എല്ലാ ദിവസവും രാത്രി ഒരു റൂമിലായിരുന്നു അല്ലേ, എല്ലാവരും കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം. അത് ഷൂട്ട് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുക, പാട്ട് കേൾക്കുക, ഭയങ്കര ചില്ലിങ് പരിപാടിയായിരുന്നു. അത്രയും കുറെ പേര് മിസ്സിംഗ് ആണ്. ചന്തു ബാസി അല്ല, പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഷൂട്ട് ചെയ്ത സമയത്ത് ഭയങ്കര സന്തോഷമുള്ള സിനിമയും ആ ഒരു ഹാപ്പിനെസ്സിലുള്ള സിനിമ ഉണ്ട്. തീർച്ചയായും. ഓക്കെ, അപ്പം ഞങ്ങൾക്കും തിയേറ്ററിൽ കാണുമ്പോൾ അതേ ഹാപ്പിനെസ് കിട്ടട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.